സാറേ ഞങ്ങള് സത്യം പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പില്ലേ, അതെ, അവിടെ പോവേണ്ടവരാണ്. അതെ. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ സ്റ്റാൻഡേർഡത്തിനൊത്ത്. കാരണം ഞാൻ ഈ സെലിബ്രിറ്റികളുടെ വീട്ടിൽ തെങ്ങിക്കയറുന്ന ഒരു മനുഷ്യനാണ്. ഓഹോ, തെങ്ങിക്കയറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്. ശരി. അതെ അതെ. ആരുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ തെങ്ങിക്കയറിട്ടുണ്ട്? ഞാന് മമ്മൂക്കാര, ലാലേട്ടൻ, പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ, ജയറാം ഏട്ടൻ, പിന്നെ ഞാൻ ഒരു ദിവസം കോട്ടൺ നസീർക്കാരുടെ വീട്ടിൽ തെങ്ങിയാറാൻ പോയിരുന്നു. എന്റെ വീട്ടിൽ വന്നായിരുന്നു. അതെ അതെ. തെങ്ങുണ്ട്, പക്ഷെ പുള്ളി എന്നെ സമ്മതിച്ചില്ല. എന്തൊരു പുള്ളി ഉന്മാനുഷ ഒരാളല്ലേ, പുള്ളി എന്നെ കയറി തെങ്ങി കയറി പൊതുമ്പും ചൂട്ടും എല്ലാം വാരിയും കിട്ടി. അതുകൊണ്ട് നമ്മള് ഇത്രയും സ്റ്റാർസിന്റെ വീട്ടിൽ തെങ്ങാറാൻ പോയിട്ട് ഏത് സ്റ്റാറിന്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങിലാണ് സാർ ഭയങ്കര ഇഷ്ടം. എന്താണത്? അതായത് നമ്മുടെ പുഴക്കരയിൽ തെങ്ങ് ഇരിക്കുമല്ലോ ഇങ്ങനെ ചരിഞ്ഞ്, അതേപോലെ ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങ് ഈ സൈഡിൽ കൂടെ അങ്ങ് കയറി എളുപ്പമുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ചാഞ്ഞ നിൽക്കണ ഓടിക്കറാം. പിന്നെ ഒരുപാട് കാശ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ജോലിയും കുറവാണ്. നമ്മളെ മദ്രാസിൽ ചെല്ലണം. ആരാണ്? രജനീകാന്ത് സാറല്ലേ, രജനീകാന്ത്. ഒരു തേങ്ങ ഇട്ടാൽ 100 തേങ്ങ ഇടുന്ന പൈസ ആയിരുന്നു പുള്ളി. അങ്ങനെയാണ് നമുക്ക്. പിന്നെ ചേട്ടൻ ചില ദിവസം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനും പോവാറുണ്ട്. തെങ്ങ് കയറോ? അയ്യോ, ഞാൻ തെങ്ങ കയറത്തില്ല, ഞാൻ താഴെ നിന്ന് പിരിച്ചിടും. ഞാൻ അജു വർഗീസ്, ധർമ്മജൻ പോൾഗാട്ടി, പിന്നെ കൊച്ചു പ്രേമൻ, ഇവരെയൊക്കെ വീട്ടിലാണ് ഞാൻ പോകുന്നത്. അതെ അതെ. ഇങ്ങനെ എന്നിട്ട് ഒന്ന് പിരിച്ചാ മതി, താഴെ വീഴും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ആരുടെ വീട്ടിൽ തേങ്ങ ഇടുന്നതാണ്? ഏറ്റവും ബുദ്ധിമുട്ട് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിലെ തെങ്ങ്. അത് ഞാൻ തെങ്ങിൽ കാല് മറ്റേ സാധനമൊക്കെ ഇട്ട് തെങ്ങി കയറി ഏകദേശം പകുതി എത്തുമ്പോൾ തെങ്ങ് ഇങ്ങനെ ഒരു ആട്ടം. ഞാൻ ഇവിടെ വരും വീണ്ടും എങ്ങനെയെങ്കിലും അങ്ങ് കയറി ഇവിടെ എത്തുമ്പോൾ ഒരൊറ്റ ഷീറ്റ് ഇത് ഇവിടെ ഓല വന്ന് അടിക്കും. പിന്നെ ഒരു 3 തേങ്ങ ഇട്ട് ഞാൻ തറയിൽ വീഴും. അപ്പോൾ സാറ് സാധാരണ നമ്മൾ 3 തേങ്ങ ഇട്ടാൽ 2 തേങ്ങ അവർ കൊടുക്കും, 1 തേങ്ങ ഞാൻ എടുക്കും. പുള്ളി അതുപോലും തരില്ല സാറേ. പുള്ളി ആ തേങ്ങ ഇങ്ങ് എടുത്തിട്ട് പറയും, ഇതെനിക്ക് വേണം, ഞാനിതങ്ങ് എടുക്കുക, ഞാനിത് തരില്ല. ഞാനതുകൊണ്ട് ഇപ്പൊ അവിടെ പോകാറില്ല സാർ. എന്തിനാ വെറുതെ നമ്മൾ കൂലിയില്ലാതെ ജീവിക്കും? ഇത് ഒരെണ്ണം ഇടുമ്പോഴല്ല, ഒരു 50 ഇട്ടാലും ഇത് തന്നെ പറയുന്നത്. അതെ അതെ അതെ.